ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോം സ്പേസ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. ഇന്നത്തെ വീഡിയോ മോൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടുനോക്കി. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെ ദുബായിലെ അക്കാഡമിക് സിറ്റിയുടെ ഉള്ളിലാണുള്ളത്. ഈ അക്കാഡമിക് സിറ്റിയുടെ ഉള്ളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഒരുപാട് കൺട്രീസിൻ്റെ യൂണിവേഴ്സിറ്റികളെല്ലാം ഉണ്ട്. ശരിക്കും പാരൻസ് എന്ന നിലയിൽ ഭയങ്കര സന്തോഷങ്ങൾ നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ വിജയങ്ങളും പിന്നെ അതിന് മുന്നോടിയായിട്ട് അവർ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുക, അവരുടെ ലൈഫിൽ ഉള്ള വേറൊരു ടേണിങ്ങാണ്. അപ്പോൾ അതിലേക്കൊക്കെ അവർ കാലെടുത്ത് വെക്കുക. അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളും അതിനൊക്കെ വേണ്ടി കൂടെ പോവുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ്. +2 കഴിഞ്ഞാലാണ് മക്കൾക്ക് ഏത് മേഖലയിലേക്കാണ് തിരിയേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു ഘട്ടം +2 കഴിഞ്ഞാലാണ് അവർക്ക് വരുന്നത്. പിന്നെ ശരിക്കും അവരെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ്, അങ്ങനെ തന്നെ പറയാം. യൂണിവേഴ്സിറ്റിയിൽ ഇവർ ഓപ്പൺ ഡേ വെക്കും. അപ്പോൾ അന്നാണ് നമ്മൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കലും നമുക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിലും ഒക്കെ ആ ദിവസമാണ് കേട്ടോ നമ്മൾ പോവുക. നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മളവിടെ കൗൺസിലറെ കണ്ട് കൗൺസിലർ നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. അവർ നമ്മളെ ക്യാമ്പസൊക്കെ ഒന്ന് കാണിച്ച് തന്നു കേട്ടോ. അവിടെ തന്നെ അവരുടെ തന്നെ വണ്ടിയുണ്ട്, അതിൽ നമ്മളെ കൊണ്ടുപോയി ക്യാമ്പസൊക്കെ ഒന്ന് നമുക്ക് കാണിച്ചു തന്നു. മീൻസ് മോള് BTech കമ്പ്യൂട്ടർ സയൻസാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ മുഴുവനും അവർ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നു. ക്യാമ്പസിൻ്റെ ഓരോ കാര്യങ്ങളും അവർ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ് റൂമും ലൈബ്രറി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. അത്യാവശ്യം ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. നിസ്കരിക്കാനുള്ള ഹാളും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നടന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ലൈബ്രറിയിൽ ചെന്നപ്പോൾ ഫസ്റ്റ് റോൾ തന്നെ ഇന്ത്യ ടുഡേ എന്നുള്ള ഒരു മാസികയുടെ കവർ പേജിന്മേ നമ്മുടെ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി അവരുടെയൊക്കെ ഫോട്ടോ കവർ പേജായി ഇരിക്കണ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നി. ക്യാമ്പസൊക്കെ ചുറ്റി കണ്ട് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇനി സെപ്റ്റംബറിലാണ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ചായയും ചട്ടിപ്പത്തിരിയും കടികളൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.